നടിയും ഉദ്ഘാടകയുമായ ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജിയിൽ അല്പസമയത്തിനകം എറണാകുളം CJM കോടതി വിധി പറയും. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകരുത് ഒരു കാരണവശാലും എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ലൈംഗിക ചുവയുള്ള പരാമർശം അല്ല നടത്തിയിട്ടുള്ളത് എന്നാണ് പ്രതിഭാഗം കോടതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അന്ന് പരാതി പറഞ്ഞിരുന്നില്ല, ഇപ്പോഴാണ് പരാതി പറയാൻ വന്നിരിക്കുന്നത് എന്നുള്ള വാദവും പ്രതിഭാഗം ഉന്നയിച്ചു. വിജിത ചേരുന്നു വിവരങ്ങളുമായിട്ട്. വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ബനേഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് കുറച്ചു മുൻപേ കോടതിയിൽ അരങ്ങേറിയിട്ടുള്ളത്. സംഭവത്തിന് ആസ്പദമായ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു അധിക്ഷേപത്തിന് കാരണമായ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാമെന്ന പ്രതിഭാഗം പറഞ്ഞപ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രോസിക്യൂഷൻ ശക്തമായ രീതിയിൽ തന്നെ അതിനെ എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരിക്കലും ഈ സമയത്ത് അത് അനുവദിക്കേണ്ട കാര്യമില്ല, അതിന് മെറിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, പരിപാടിയുടെ വീഡിയോകൾക്ക് മെറിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ പ്രോസിക്യൂഷൻ അവിടെ വ്യക്തമാക്കുകയായിരുന്നു. പരിപാടിയുടെ ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ നൽകാം എന്ന് പ്രതിഭാഗം പറഞ്ഞപ്പോഴും വീഡിയോ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് മജിസ്ട്രേറ്റും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളല്ല. മഹാഭാരതത്തിലെ കുന്തി ദേവിയോടാണ് താൻ ഹണി റോസിനെ ഉപമിച്ചതെന്നും മഹാഭാരതത്തിലെ കുന്തി ദേവിയോടാണ് ഉപമയുണ്ടായിരുന്നത്. ഒരിക്കലും അവിടെ ദ്വയാർത്ഥപരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞതിൽ ഒരിക്കലും ദ്വയാർത്ഥപരമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ പ്രതിഭാഗം ഉന്നയിക്കുകയുണ്ടായി. ജാമ്യം നൽകാവുന്ന കേസേ ഉള്ളൂ, ഒരിക്കലും അധിക്ഷേപിക്കണം എന്ന തരത്തിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യണം അല്ലെങ്കിൽ ഹനിക്കണം, ഒരു വ്യക്തിയെ ഹനിക്കണം എന്ന രീതിയിലുള്ള ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിഭാഗം അവിടെ ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പരിപാടി കഴിഞ്ഞിട്ട് ഇത്രയും 4 മാസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ പരിപാടിയിൽ എന്തുകൊണ്ട് ഇപ്പോ ഒരു റെസിസ്റ്റൻസും, ഇപ്പോൾ എന്തുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് അന്ന് എന്തുകൊണ്ട് എതിർത്തില്ല, റെസിസ്റ്റൻസ് എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല, ഇപ്പോൾ അതിനെ ഒരു വലിയ വിവാദമാക്കി കൊണ്ടുവന്നത് ഒരു വിവാദം ഉണ്ടാക്കണം എന്ന് ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ പ്രതിഭാഗം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അന്ന് എതിർത്തിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്ററുമായി ഹണി റോസിന്റെ അമ്മ ഇക്കാര്യം സംസാരിച്ചിരുന്നു. അന്ന് തന്നെ തന്റെ റെസിസ്റ്റൻസ് രേഖപ്പെടുത്തിയിരുന്നു, തന്റെ പ്രതിഷേധം, തന്റെ ഇഷ്ടമില്ലായ്മ അന്ന് തന്നെ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ പ്രോസിക്യൂഷനും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ കയ്യിൽ അനുവാദമില്ലാതെ സ്പർശിക്കുന്നത് തെറ്റാണ്, ഒരിക്കലും അതിനെ ഒരു ശരിയായ കാര്യമായി കാണാൻ കഴിയില്ല. പറഞ്ഞ കാര്യങ്ങളിലും വളരെ ദ്വയാർത്ഥപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരിക്കലും അത് വെറുതെ പറഞ്ഞതാണ് അല്ലെങ്കിൽ അത് ദ്വയാർത്ഥപരമായിട്ടൊന്നുമില്ല എന്ന് അതിന് പറഞ്ഞു കളയാൻ കഴിയില്ല. ചെയ്ത തെറ്റ് വളരെ വലുത് തന്നെയാണ് എന്ന് തന്നെയാണ് അവിടെ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജാമ്യം നൽകരുത്, ഒരിക്കലും ജാമ്യം നൽകാൻ പാടില്ല. വകുപ്പിന്റെ ഉദ്ദേശം തന്നെ ഇത്തരം കുറ്റകൃത്യം തടയുക എന്നത് തന്നെയാണ്. അനുവാദമില്ലാതെ ദുരുദ്ദേശത്തോടെ കയ്യിൽ പിടിച്ചു എന്നത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. ദ്വയാർത്ഥ പ്രയോഗം അവിടെ നടത്തി എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. സെക്ഷലി കളർഡ് റിമാർക്ക് തന്നെയാണ് എന്നും പ്രോസിക്യൂഷൻ ആഞ്ഞടിക്കുകയുണ്ടായി. വീഡിയോ വന്നതിന് ശേഷം വ്യാപകമായി അത് പ്രചരിക്കപ്പെടുകയും ഹണി റോസിനെ അത് വളരെ മോശമായി തന്നെ ശരീരത്തിൽ സ്പർശിച്ചുവോ ഇല്ലയോ എന്നതടക്കമുള്ള വിഷയങ്ങൾ വാദപ്രതിവാദത്തിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ശരീരത്തിൽ സ്പർശിച്ചു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആഞ്ഞടിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു അനുവാദവും ഇല്ലാതെ സ്പർശിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ്. അത് വളരെ വലിയ തെറ്റ്. മറുപടി സ്പർശിച്ചില്ല, നടിയെ വെൽക്കം ചെയ്തു അല്ലെങ്കിൽ സ്പർശിച്ചിരുന്നില്ല, സ്വാഭാവികമായിട്ട് കയ്യിൽ പിടിച്ചു അല്ലെങ്കിൽ ഒരു ദ്വയാർത്ഥപരമായി അല്ലെങ്കിൽ ഹനിക്കണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വേറെ മോശമായ രീതിയിലല്ല പിടിച്ചത് എന്നുള്ള മറുപടിയാണ് നമുക്ക് അവിടെ പ്രതിവാദം നൽകിയിട്ടുണ്ടായിരുന്നത്. ബനേഷ്, ശരി, ഇനി വാദപ്രതിവാദങ്ങൾ പൂർത്തിയായോ? എപ്പോഴാണ് ഇനി വിധി പറയാൻ സാധ്യതയുള്ളത്? അങ്ങനെ ഒരു സമയം സൂചിപ്പിച്ചിട്ടുണ്ടോ? വാദപ്രതിവാദങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോടതി കൂടിയിട്ടുണ്ട്. ഇനി വലിയൊരു വാദപ്രതിവാദത്തിലേക്ക് കടക്കും എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാനായിട്ട് കഴിയില്ല. നേരെ വിധിയിലേക്ക് തന്നെ ആയിരിക്കും ഇനി കോടതി നടപടികൾ കടക്കുന്നുണ്ടാവുക. ശക്തമായ വാദപ്രതിവാദത്തിന് ശേഷം വീഡിയോ കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രോസിക്യൂഷനോട് കോടതി ചോദിക്കുകയുണ്ടായി. അതിലും തീരുമാനം നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കുമാണ് കിട്ടുന്നത്. വീഡിയോ അവിടെ
കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ തെളിവായിട്ട് ഡിജിറ്റൽ രേഖയുടെ പുറത്തുള്ള കേസ് ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ രേഖയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെ ഈ കേസിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രേഖ അവിടെ കാണിക്കണം, അല്ലെങ്കിൽ ആ ഒരു രേഖയിൽ എന്തെങ്കിലും അസഭ്യമായിട്ടുണ്ടോ, മോശമായിട്ടുണ്ടോ എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെടണം എന്നുള്ള ഒരു കാര്യമായിരുന്നു പ്രതിഭാഗം അവിടെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ ആ രേഖ എത്രത്തോളം പരിശോധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് കഴിയും. ഇപ്പോൾ ഒരു കൂടുതൽ വാദപ്രതിവാദത്തിലേക്ക് പോവാതെ നേരെ വിധിയിലേക്ക് എന്തായിരിക്കും, റിമാൻഡിലായിരിക്കുമോ അതോ ജാമ്യം ലഭിക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ജാമ്യത്തിന് സാധ്യത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ റിമാൻഡിലോട്ട് ഇനി കിടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ അറിയാൻ കഴിയുക. വലിയൊരു വാദപ്രതിവാദം ഇവിടെ ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല മനീഷ്. ശരി വിജിത, ഇനി എന്തായാലും അതിന്റെ വിധി വരട്ടെ, ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നത് അറിയാം. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചും